ശരീരഭാരം 100 കിലോ ഉള്ള ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ അതുപോലെ തന്നെ വളരെ ഒബേസ് ആയിട്ടുള്ള ഒരാളാണോ നിങ്ങൾ? നിങ്ങളുടെ നോർമൽ ശരീരഭാരം 65 കിലോ ആയിരിക്കാം അല്ലേ നിങ്ങളുടെ ഹൈറ്റിനകത്ത്. അത് ഇപ്പോൾ 100 കിലോ ആയത് നിങ്ങൾ ഒരു ദിവസം ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് നിങ്ങൾക്ക് ഈ 100 കിലോ ആയതെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. സംഭവിച്ചു പോവാം. അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട്, ഒരു ദിവസം ഉറങ്ങി എഴുന്നേറ്റ് പെട്ടെന്ന് ഒരു 85 കിലോ, നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് ഒരു 100 കിലോ സംഭവിച്ചു പോവാം. പക്ഷേ ഈ 100 കിലോ 65 കിലോ വേണ്ട നിങ്ങൾ 100 കിലോ ആയത് മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങളുടെ ഭാഗത്ത് മാത്രമാണ് തെറ്റ്. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള നിങ്ങളുടെ ഫാമിലിയിലുള്ളവരുടെ ഭാഗത്തും ഈ തെറ്റ് ഉറപ്പായിട്ടുമുണ്ട്. കാര്യം ഈ 65-ൽ നിന്ന് 66-ൽ തുടങ്ങിയ ആ ഓരോ ദിവസം മുതൽ നിങ്ങളുടെ ശരീരം നിങ്ങളോട് പറയാതെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നെ ഒന്ന് ശ്രദ്ധിക്കാനും, ഒന്ന് നടക്കാനെങ്കിലും മിനിമം പോകാനും, എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്യാനും, ഈ ദിവസം മുതലെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിക്കാനുമായിട്ട് നിങ്ങളുടെ ശരീരം നിങ്ങളോട് പലവട്ടം യാചിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞിട്ട് ഇന്നത്തെ ഈ ദിവസം എത്തിയപ്പോൾ ഈ ശരീരഭാരം, അമിത ശരീരഭാരം എന്ന് പറയുന്നത് വെറും ഒരു സൗന്ദര്യ പ്രശ്നമല്ല എന്ന് തിരിച്ചറിയുകയും ശരീരഭാരത്തിന്റെ മറ്റൊരു മുഖം, ആ ഒരു ഭീകരമായ മുഖം കണ്ടു തുടങ്ങിയപ്പോൾ കാൽമുട്ട് വേദനയും കൈവേദനയും ഇൻസുലിൻ റെസിസ്റ്റൻസും അന്നും വേണ്ട PCODയും എല്ലാ പ്രശ്നങ്ങളും നമുക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ മനസ്സിലായത്. ഇപ്പോൾ നമുക്ക് ശരീരഭാരം കുറയ്ക്കണമെന്നുണ്ട് അല്ലേ? പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളെ ആരെയും ബ്ലെയിം ചെയ്ത് പറയുന്നതല്ല. ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെങ്കിലും ഈ അവസ്ഥ മനസ്സിലാക്കുക. ഇപ്പൊ 100 കിലോ ആണ് നിങ്ങൾക്കെങ്കിൽ ഇനിയും നിങ്ങൾക്ക് സമയം കളഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സമയം കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ ശരീരഭാരം കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും. ഇപ്പൊ 100 കിലോ ആണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, 130, 140 കിലോ ഉള്ള ധാരാളം ആളുകളുടെ ഡ്രീം ഫിസിക്കാണ് ഈ 100 കിലോ എന്ന് പറയുന്നത്. അപ്പോൾ കുറയ്ക്കാം. നമുക്ക് കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഏത് വെയിറ്റിലാണോ നിൽക്കുന്നത്, ഈ വെയിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ലൈഫ് ജേണി അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് റെഗുലേഷൻ ജേണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു നിങ്ങൾക്ക് 65 കിലോ ഉള്ള ഒരാൾ 100 കിലോ എത്തുന്നതിന് മുമ്പ് 75 എന്ന് പറയുന്ന ഒരു ദിവസം കിലോ എത്തിയ സമയത്ത് നിങ്ങൾ ഇതിലേക്ക് വേണ്ടി ഫോക്കസ് ചെയ്ത് നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ 75 തന്നെയെങ്കിലും മിനിമം ഇപ്പോൾ പിടിച്ചു നിർത്താമായിരുന്നു. 65-ലോട്ട് പോയില്ലെങ്കിലും 75-ൽ പോട്ടെ. ഇനി നിങ്ങളെ കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റില്ല, എന്നിട്ടും ശരീരഭാരം കൂടുന്നുണ്ടെങ്കിൽ പോലും ഒരു 77, 78-ലെങ്കിലും നിങ്ങൾക്ക് പിടിച്ചു നിർത്താമായിരുന്നു അല്ലേ? ഇതുപോലെ 100-ലേക്ക് ഒരിക്കലും പോകത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ശരീരഭാരം കൂടുതലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടണ്ട, നിങ്ങളുടെ ശരീരഭാരം ഇപ്പോൾ പെർഫെക്റ്റ് ആണെങ്കിൽ പോലും നാളെ ശരീരഭാരം ഓവർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ കൃത്യമായ ഡയറ്റ് പ്ലാൻ ആദ്യം എടുക്കുക. നിങ്ങൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്കൊരു ഡ്രസ്സ് തുന്നണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും കുറച്ച് നൂലും ഒരു തയ്യൽ മെഷീനും മേടിച്ച് സ്വന്തമായിട്ട് തുന്നാന്ന് വിചാരിക്കില്ല. ഒരിക്കലും എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ ഒരു ഡ്രസ്സ് എനിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കാര്യം ഞാനൊരു ടൈലർ അല്ല. അതുപോലെ നിങ്ങളൊരു ഡയറ്റീഷ്യനും അല്ല. നിങ്ങൾക്കൊരു ഡയറ്റ് പ്ലാൻ വേണമെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻസിനെ കണ്ട് തന്നെ നിങ്ങൾ ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യുക. അല്ല നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അത് പെർഫെക്റ്റ് ആവത്തില്ല. അതിന് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നറിയും മോൾ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഡയറ്റ് പ്ലാൻ ചെയ്തു തരാം. അതിന് ഉറപ്പായിട്ടും പേയ്മെന്റും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പെർഫെക്റ്റ് ഡയറ്റ് പ്ലാൻ പ്ലസ് എക്സസൈസ് ഉടൻ തന്നെ ആരംഭിക്കുക. നിങ്ങളുടെ ശരീരഭാരം നിങ്ങൾക്ക് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ആയിട്ട് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. ബൈ.